ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്പടി കള്ളി, നീ എന്നെ പറ്റിച്ചല്ലേ? എവിടെ പടി എവിടെ പടി എവിടെ പടി സിത്താര മാഡം വിളിച്ച് ഓരോ കാര്യം ചെയ്യാൻ പറയുമ്പോഴും ഗാഥ മാഡം അപമാനിക്കുമ്പോഴും അവള് വന്നിരുന്ന് കരയുന്നത് എന്റെ അടുത്താ. അവളൊരു പാവം മാഡം. ഒരു തെറ്റും ചെയ്യാത്ത അവളെ നാട് കടത്തി കളഞ്ഞില്ലേ? സിത്താര മാഡം ഇടയ്ക്കെപ്പോഴും പറയുമല്ലോ ദൈവകൃപയുള്ള കുട്ടിയാ അവളെന്ന്. അവളോട് അത്രയും ക്രൂരത ചെയ്തത് ദൈവം കാണാതിരിക്കോ? സുനന്ദേ, അത്തരം കാര്യങ്ങൾ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യണ്ട. മാഡം കേട്ടു വന്ന അത് പ്രശ്നം. മാഡത്തിനെ അവൾക്ക് എന്തൊരു ബഹുമാനമായിരുന്നെന്ന് അറിയോ? സ്വന്തം മോളുടെ ജീവൻ രക്ഷിക്കണമെന്ന് മാഡം ഒരു വാക്ക് പറഞ്ഞപ്പോ ആ നിമിഷം ഇരുട്ടിലൊന്ന് നന്നായിട്ടൊരു യാത്ര പോലും പറയാതെ ഒളിച്ചിറങ്ങി പോയതാ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. അവൾ എന്ത് തെറ്റാ ചെയ്ത മാഡം? പറഞ്ഞതൊക്കെ ചെയ്തില്ലേ? എല്ലാം നേടി തന്നില്ലേ? സുനന്ദേ, സ്വന്തം മോളെ പോലെ സ്നേഹിച്ചതാ ഞാനും ഗോപാലേട്ടനും അവളെ. നിങ്ങൾക്കാർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടം എനിക്കും ഗോപാലേട്ടനും ഞങ്ങളുടെ മകൾക്കുവാ. ഞങ്ങൾക്കേ അതിന്റെ സങ്കടം അറിയൂ. എത്ര കാലം കഴിഞ്ഞാലും അവളുടെ കണ്ണീരിന്റെ പൊള്ളലിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. സിനി, ഓഫീസിൽ നിന്ന് മാനേജർ വിളിച്ചിരുന്നു. നാളെ രാവിലെ 9:30 ഒരു മീറ്റിംഗ് ഉണ്ട്. എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. യെസ് മാം. മാഡം, അത്ഭുതമാണ് സിത്താര മാഡം ഇങ്ങനെ പെരുമാറുന്നത്. ഇനിയെങ്കിലും സൂക്ഷിച്ചോ നീ. Just miss. Yo, check. Come on. One more time. Check. അയ്യോ, അതെ, മാങ്ങയൊന്നും വീഴുന്നില്ലല്ലോ. 10-20 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായില്ലേ? ജയിലിനകത്ത് ഈ സംഭവം ഒന്നും ഇല്ലല്ലോ. എന്നല്ലേ ഞാനൊന്ന് നോക്കട്ടെ. എന്നാ പിന്നെ നോക്ക്. Come on. Just miss. ഒന്നൂടെ ട്രൈ. കുഴപ്പമില്ലെന്നേ. ഷോ, അതേ, ഈ വടി ആയതുകൊണ്ടാ. കല്ലുകൊണ്ടൊരു പ്രയോഗം. ശരി, അപ്പൊ വടിക്കായി കുറ്റം. മാറ്റേ കല്ലാണ്. എറിഞ്ഞോ? അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് അത് വല്ലവന്റെ തലേ വീണോ എന്തോ. സൂപ്പർ, വെരി ഗുഡ് മോളെ. എന്റെ പൊന്നു മോളെ, നിനക്ക് അറിയില്ലാത്തതായിട്ട് എന്തെങ്കിലും പണിയുണ്ടോ? ലോട്ടറി കച്ചവടം, വസ്തു കച്ചവടം, പാമ്പിനെ മെരുക്കല്, ഇപ്പൊ ഇതും. അതെന്താന്നറിയോ സാറേ, നമ്മളീ ഗതികെട്ട് നടക്കുന്നവരാണെങ്കിലേ ഈ ലോകത്തുള്ള സകല ജോലികളും ചെയ്തു പോവും. പിടിച്ചു കയറി വരണ്ടേ? അല്ല, ഇത് വീട്ടിലേക്ക് കൊണ്ടുവരാണോ സാറേ? നമുക്കിതിപ്പോ കഴിക്കാനല്ലേ? ആണോ? എന്നാ മോളിക്കുട്ടി, അപ്പുറത്തെ ഏതെങ്കിലും വീട്ടിലേക്ക് ചെന്നിട്ട് കുറച്ച് മുളക് പൊടി ഉപ്പും കൂടെ വാങ്ങിച്ചു വാ. നമുക്കേ ഇത് പൊളിക്കാം. മോളിക്കുട്ടിയെ,
ഈ കത്തിയൊക്കെ എവിടുന്ന് സംഘടിപ്പിച്ചു? ആ അതൊക്കെ വണ്ടിയിലുണ്ട് സാറേ. നമ്മുടെ നാട്ടില് ഒരു പെൺകുട്ടിക്ക് ജീവിച്ചു പോകാനുള്ള ആയുധങ്ങളൊക്കെ മോളിക്കുട്ടിയുടെ വണ്ടിയിലുണ്ട്. ആ, ആണോ? ഏ? ഓ, ഇതൊക്കെ കാണുമ്പോഴേ കൊല്ലങ്ങൾ പുറകോട്ട് ഓടുക മക്കളെ. എന്തൊക്കെയായിരുന്നു കൂട്ടുകാരും കൂടിയിട്ട് സകല പറമ്പിലും കയറി മാങ്ങ പറിക്കുക, എവിടെയെങ്കിലും കയറി ഇരുന്ന് അത് തിന്നുക, തപ്പി തല്ലുകൂടുക. മോളെ ഒരു കഷ്ണം ഒഴുകി തന്നെ, മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെന്താ? ഇതൊക്കെ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഞാൻ മിസ് ചെയ്തതാ. നാട്ടിൽ കയ്യും കാലും വീശി നടന്നപ്പോ ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പലരും പറയുമ്പോ അതൊന്നും ഉള്ളിലോട്ട് കയറിയില്ല. പിന്നെ പഠിച്ചു. ആകാശത്തിന്റെ നിറവും കാറ്റിന്റെ മണവും പുറത്ത് വെളിച്ചവും എല്ലാത്തിന്റെയും വില എന്താണെന്ന് പഠിച്ചു. ഞാനെന്നല്ല, ഈ ലോകത്ത് ആരും ജയിലിൽ ചെന്ന് വിടാണ്ടിരിക്കട്ടെ. അതൊരു വല്ലാത്ത ലോക. അതുപോട്ടെ, അതൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. കൃഷ്ണമോളെ, ദേ ഒന്നുകൂടിങ്ങിതാ. മോളിക്കുടി, ആ കത്തിക്കുന്നേ ഞാനൊന്ന് മുറിക്കട്ടെ. ഇതാ. വാ തുറന്നേ. ആ, ആ. ഓ, ആ. എടീ. ഓ, അമ്പടി കള്ളി, നീ എന്നെ പറ്റിച്ചല്ലേ? നിന്നെ ഇന്ന് ഞാൻ എവിടെ കിടക്കുന്നു? പടി എവിടെ കിടക്കുന്നു? പടി എവിടെ കിടക്കുന്നു? പടി നിക്കടി അവിടെ. നിക്കാൻ. പടി. ആ. ഇതാ. നിക്കടി അവിടെ. നിക്കാൻ. അവിടെ നിൽക്കാനാ പറഞ്ഞേ. അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാൻ. കയ്യോടെ പിടിച്ചിട്ടേ നിക്കാൻ, നിക്കാൻ, നിക്കാനാ, നിക്കാനാ പറഞ്ഞ. അയ്യോ, അയ്യോ, അയ്യോ സാർ, എന്താ പറ്റിയേ? ഓ, അയ്യോ, ചോര. ഹേ, ഈ മരത്തിൽ ചെറുതായിട്ടൊന്ന് തട്ടിയതാ, പൊട്ടിയെന്ന് തോന്നുന്നു. അയ്യോ. ആ ഇതാ കാരണവന്മാര് പറയുന്നേ, പിള്ളേരായ അടങ്ങി ഒതുങ്ങി ഇരിക്കണോന്ന്. പിള്ളേരോ? ആര്? ഞാനോ? ആ പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ ഓട്ടം ചാട്ടൊക്കെ കണ്ടാ അങ്ങനല്ലേ തോന്നത്തുള്ളൂ. സാറേ തുടക്കല്ലേ, ഞാനിപ്പോ വരാം.